ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 14ാമത്തെ ദശകം നോക്കാം. കപിലാവതാരം. 1-ാമത്തെ ശ്ലോകം. സമനുസ്മൃതതാവകാംഘ്രിയുഗ്മഃ സമനുപങ്കജ സംഭവാംഗജന്മാം നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. പദം മുറിച്ച് പറയാം. സമനുസ്മൃത താവക അംഘ്രിയുഗ്മ സ മനു പങ്കജ സംഭവാംഗജന്മ നിജം അന്തരായ ഹീനം നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. പങ്കജ സംഭവാംഗജന്മ സ മനു, ബ്രഹ്മാവിൻ്റെ പുത്രനായ സഹ അദ്ദേഹം, ആ മനു സ്വയംഭൂ മനു, താവക അംഘ്രിയുഗ്മ സമനുസ്മൃത, ഭഗവാനെ അങ്ങയുടെ തൃപ്പാദങ്ങളെ സ്മരിച്ചുകൊണ്ടും തേ ചരിതം കഥയൻ, അവിടുത്തെ യശസ്സിനെ കീർത്തിച്ചുകൊണ്ടും നിജം അന്തരം, തൻ്റെ മന്വന്തരമായ 71 ചതുർയുഗകാലം, അന്തരായ ഹീനം, അന്തരായം തടസ്സങ്ങൾ, അന്തരായ ഹീനം യാതൊരു തടസ്സവുമില്ലാതെ, സുഖം നിനായ സുഖമായി കഴിച്ചുകൂട്ടി. ഒരു മന്വന്തരം 71 ചതുർയുഗകാലം, 1000 ചതുർയുഗമാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകല്. ഇതിനുള്ളിൽ 14 മനുക്കളുടെ കാലം കഴിഞ്ഞു പോകും. അതിനാൽ ഒരു മന്വന്തരം എന്നത് 71 ചതുർയുഗ കാലം. ബ്രഹ്മാവിൻ്റെ പുത്രനായ സ്വയംഭൂ മനു ഭഗവാന്റെ തൃപ്പാദങ്ങളെ നിരന്തരം സ്മരിച്ചുകൊണ്ടും അതുപോലെ തന്നെ അവിടുത്തെ ആ ഭഗവാന്റെ അവതാര കഥകളെ കീർത്തിച്ചുകൊണ്ടും 71 ചതുർയുഗ കാലം യാതൊരു തടസ്സവുമില്ലാതെ സുഖമായിട്ട് കഴിഞ്ഞുകൂടി. അപ്പോൾ എത്ര ദൂരം പോകുമെന്ന് യാതൊരു നിശ്ചയവുമില്ലാത്ത ജീവിത യാത്രയിൽ തടസ്സമേതും കൂടാതെ മുന്നോട്ട് പോകണമെങ്കിൽ നിരന്തരമായ ഈശ്വരസ്മരണ അത്യാവശ്യമാണ് എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ഇനി 2-ാമത്തെ ശ്ലോകം. സമയേ ഖലു തത്ര കർദമാഖ്യോ ദ്രുഹിണച്ഛായ ഭവസ്തദീയവാചാം ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവം സ്ത്വാമയുധം സമാശിഷേവേ. പദം മുറിച്ച് പറയാം. സമയേ ഖലു തത്ര കർദമാഖ്യോ ദ്രുഹിണച്ഛായ ഭവഃ തദീയ വാച ദ്രുഹിണച്ഛായ ഭവസ്തദീയ വാച ധൃതസർഗരസഃ നിസർഗരമ്യം ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവൻ ത്വാം അയുധം ഭഗവം സ്ത്വാമയുധം സമാഹ ശിഷേവേ. തത്ര സമയേ ഖലു, ഭഗവാനെ ആ കാലത്ത് തന്നെയാണല്ലോ ദ്രുഹിണച്ഛായ ഭവ, ബ്രഹ്മാവിൻ്റെ ഛായയിൽ നിന്ന് നിഴലിൽ നിന്ന് ഛായയിൽ നിന്ന് നിഴലിൽ നിന്ന് കർദമാഖ്യം, കർദമൻ എന്നു പേരുള്ള പ്രജാപതി തദീയ വാച, ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ധൃതസർഗരസഃ, സൃഷ്ടി തത്പരനായിട്ട്, ഹേ ഭഗവാനെ നിസർഗരമ്യം ത്വാം, പ്രകൃത്യാ തന്നെ സ്വതസിദ്ധമായ സൗന്ദര്യം, സൗന്ദര്യോത്തരതോപി സുന്ദരതരം അല്ലേ. അപ്പോൾ പ്രകൃത്യാ തന്നെ സുന്ദരമൂർത്തിയായ ത്വാം, അങ്ങയെ അയുധം സമാഹ, 10,000 കൊല്ലത്തോളം, അയുധം 10,000 ശിഷേവേ സേവിച്ചു. അപ്പോൾ സ്വയംഭൂ മനുവിൻ്റെ അതേ കാലഘട്ടത്തിൽ തന്നെ ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്ന് ഉണ്ടായ കർദമൻ എന്നു പേരായ പ്രജാപതി ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് സൃഷ്ടി ചെയ്യാനുള്ള താത്പര്യത്തോടു കൂടിയിട്ട് 10,000 വർഷത്തോളം ഗുരുവായൂരപ്പനെ ഭജിച്ചു, ഭഗവാനെ ഭജിച്ചു എന്ന് നെൽപ്പത്തൂർ പറയാണ്. ഇനി 3-ാമത്തെ ശ്ലോകം.
ഗരുഡോപരി കാളമേഘകമ്രം വിലസത്കേളി സരോജപാണിപത്മം ഹസിതോല്ലസിതാനനം വിഭോത്വം വപുരാവിഷ്കുരുഷേ സ്മ കർദ്ദമായ. പദമുറിച്ച് പറയാം. ഗരുഡോപരി കാളമേഘ കമ്രം വിലസത് കേളി സരോജ പാണി പത്മം ഹസിതോല്ലസിതാനനം വിഭോ ത്വം വപുരാവിഷ്കുരുഷേ സ്മ കർദ്ദമായ. ഹേ വിഭോ ത്വം, ഭഗവാനെ അവിടുന്ന് ഗരുഡ ഉപരി ഗരുഡൻ്റെ പുറത്ത് കയറി കാളമേഘ കമ്രം മഴക്കാറുപോലെ വിലസത് ശോഭിക്കുന്ന കേളി സരോജ പാണി പത്മം കളിത്താമരപ്പൂ കയ്യിൽ ധരിച്ചുകൊണ്ടും ഹസിത ഉല്ലസിത ആനനം മന്ദഹാസം കൊണ്ട് മനോഹരമായിരിക്കുന്ന മുഖത്തോടു കൂടിയതുമായ വപുഹു സ്വരൂപത്തെ, ഭഗവത് സ്വരൂപത്തെ കർദ്ദമനായിക്കൊണ്ട് ആവിഷ്കുരുഷേ സ്മ പ്രത്യക്ഷമാക്കി. കർദ്ദമൻ്റെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. കർദ്ദമ പ്രജാപതി 10,000 വർഷത്തോളം ഭഗവാനെ ഭജിച്ചപ്പോൾ ഗരുഡൻ്റെ പുറത്തിരുന്ന് മഴക്കാറ് പോലെ ശോഭിച്ചുകൊണ്ട് വെള്ളത്താമരപ്പൂവിനെ ഒരു കളിപ്പാട്ടം പോലെ കയ്യിൽ പിടിച്ചുകൊണ്ടും മന്ദഹാസാമൃതം കൊണ്ട് മനസ്സിനെ ആകർഷിക്കുന്ന മുഖത്തോടുകൂടിയ ഭഗവാന്റെ ആ സ്വരൂപം കർദ്ദമന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തി. 10,000 വർഷം കർദ്ദമ പ്രജാപതി തപസ് ചെയ്തതിൽ സംപ്രീതനായ ഭഗവാൻ കർദ്ദമ പ്രജാപതിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഏത് രൂപത്തിലാണോ ഭഗവാനെ ധ്യാനിക്കുന്നത് ആ രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷമാകും എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി 4-ാമത്തെ ശ്ലോകം. സ്തുവദേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാഭിപുത്രീം കപിലം ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപ്യനുഗൃഹ്യ നിർഗതോ ഭൂഹു. പദമുറിച്ച് പറയാം. സ്തുവതേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാഭി പുത്രീ കപിലം ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപ്യനുഗൃഹ്യ നിർഗതോ ഭൂഹു. സ്തുവതേ പുളകാവൃതായ പരമമായ നിർവൃതിയോടുകൂടി സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന തസ്മൈ കർദ്ദമന് മനുപുത്രിയെ സ്വയംഭുവ മനുവിൻ്റെ മകളായ ദേവഹൂതിയെ ദയിതാം പത്നിയായും ആ ദേവഹൂതിയിലെ നവപുത്രി 9 പുത്രിമാരെയും സ്വം ഏവ താൻ തന്നെ ഭഗവാൻ തന്നെയാകുന്ന കപിലം സുതം കപിലൻ എന്ന പുത്രനെയും പശ്ചാത് പിന്നീട് സ്വഗതിം ച മുക്തിയെയും അനുഗ്രഹിച്ച് നൽകിയിട്ട് നിർഗത അഭൂഹു അവിടെ നിന്ന് മറയുകയും ചെയ്തു. ആനന്ദാതിരേകത്താൽ ഭഗവാനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന കർദ്ദമന് ഭഗവാൻ മനുവിൻ്റെ മകളായ ദേവഹൂതിയെ പത്നിയായിട്ടും അതിലെ 9 പുത്രിമാരെയും ഗുരുവായൂരപ്പ അവിടുത്തെ തന്നെ അവതാരമായ കപിലൻ എന്ന പുത്രനെയും ഒടുവിൽ മോക്ഷത്തെയും നൽകി. അങ്ങനെ നൽകിയിട്ട് കർദ്ദമ പ്രജാപതിയെ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ മറഞ്ഞു എന്ന് മേൽപ്പത്തൂർ പറയാണ്. ഇനി 5-ാമത്തെ ശ്ലോകം. സമനുഷ്യതരൂപയാ മഹിഷ്യാ ഗുണവത്യാ സുതയാ ച ദേവഹൂത്യാ ഭവതീരിത നാരദോപദിഷ്ട സമഗാത് കർദ്ദമമാഗതി പ്രതീക്ഷം. പദമുറിച്ച് പറയാം. സ മനു ശതരൂപയാ മഹിഷ്യാ ഗുണവത്യാ സുതയാ ച ദേവഹൂത്യാ ഭവതീരിത നാരദോപദിഷ്ട സമഗാത് കർദ്ദമം ആഗതി പ്രതീക്ഷം. ഭവത് ഈരിത നാരദ ഉപദിഷ്ട
ഭഗവാനെ അങ്ങയുടെ പ്രേരണ കൊണ്ട് നാരദ മഹർഷി ഉപദേശിച്ചതുപോലെ മനു ആ മനു ശതരൂപയ മഹിഷ്യ ശതരൂപ എന്ന പത്നിയോടും ഗുണവത്യ ദേവഹൂത്യ സർവഗുണ സമ്പന്നയായ ദേവഹൂതിയായ സുതയാച്ച മകളോടും കൂടിയിട്ട് ആഗതി പ്രതീക്ഷം വരവും കാത്തിരിക്കുന്ന മനു ശതരൂപ അതുപോലെ ദേവഹൂതി എന്നിവരുടെ വരവും കാത്തിരിക്കുന്ന കർദമൻ്റെ അടുത്ത് സമഗാത് എത്തിച്ചേർന്നു. അപ്പം അങ്ങനെ സർവേശ്വരൻ്റെ പ്രേരണ കൊണ്ട് നാരദ മഹർഷി ഉപദേശിച്ചതുപോലെ തന്നെ സ്വയംഭൂ മനു പത്നിയായ ശതരൂപയോടും സർവഗുണസമ്പന്നയായ ദേവഹൂതി എന്ന മകളോടുമൊപ്പം തങ്ങളെ തന്നെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കർദമ പ്രജാപതിയുടെ അടുത്ത് എത്തിച്ചേർന്നു. ഇനി 6ാമത്തെ ശ്ലോകം. മനുനോ ബഹൃതാം ച ദേവഹൂതിം തരുണീരത്നമവാപ്യ കർദമോऽസൗ ഭവദർച്ചന നിർവൃതോऽപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദദൗ പ്രസാദം. പദമുറിച്ച് പറയാം. മനുനോപഹൃതാം ച ദേവഹൂതിം തരുണീരത്നമവാപ്യ കർദമോऽസൗ ഭവത് അർച്ചന നിർവൃതോऽപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദദൗ പ്രസാദം. അസൗ കർദമഃ ഈ കർദമനാകട്ടെ മനുന ഉപഹൃതാം മനുവിനാൽ കൊണ്ടുവന്നു കൊടുത്ത ഉപഹൃതാം ആദരവോടെ കൊണ്ടുവന്നു കൊടുത്ത ഉപഹൃതാം എന്ന് പറയുമ്പോൾ ആദരവോടെ കൊണ്ടുവന്നു കൊടുത്ത തരുണീരത്നം സ്ത്രീരത്നമായ ദേവഹൂതിയെ അവാപ്യ നേടിയിട്ട് ഭവത് അർച്ചന നിർവൃത അഭി അങ്ങയെ ഭജിക്കുന്നത് കൊണ്ടുള്ള സംതൃപ്തി ഉണ്ടെങ്കിലും തസ്യാഹ ദേവഹൂതിയുടെ ദൃഢ ശുശ്രൂഷണയ സവിശേഷമായ ശ്രദ്ധയോടുകൂടിയുള്ള പരിചരണം കൊണ്ട് പ്രസാദം ദധൗ അതിപ്രസന്നനായിട്ട് ഭവിച്ചു. അപ്പോൾ സ്വയംഭൂമനു കൊണ്ടുവന്നു കൊടുത്ത മകളായ ദേവഹൂതിയെ നേടിയപ്പോൾ സ്വതവേ ഭഗവത് സ്മരണ കൊണ്ട് അത്യധികം നിർവൃതിയോടുകൂടിയിരിക്കുന്ന കർദമ പ്രജാപതി പത്നിയായ ദേവഹൂതിയുടെ ശ്രദ്ധയോടുകൂടിയ ആ പരിചരണം കൊണ്ട് അതിപ്രസന്നനായിട്ട് ഭവിച്ചു. ഇനി 7ാമത്തെ ശ്ലോകം. ന പുനസ്ത്വദുപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ വിമാനേ വനിതാകുലസങ്കുലോ നവാത്മാ വ്യഹരദ്ദേവപഥേഷു ദേവഹൂത്യാം. പദമുറിച്ച് പറയാം. സ പുനഃ ത്വദ് ഉപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ വിമാനേ വനിതാകുലസങ്കുലഃ നവാത്മാ വ്യഹരത് ദേവപഥേഷു ദേവഹൂത്യാ. കർദമൻ പുനഃ പിന്നീട് ത്വത് ഉപാസന പ്രഭാവാത് അങ്ങയെ ആരാധിച്ചത് കൊണ്ടുണ്ടായ മഹത്വം കൊണ്ട് ദയിത പത്നിയുടെ കാമകൃതേ ആഗ്രഹം സാധിപ്പിക്കാനായിട്ട് നിർമ്മിച്ച വിമാനത്തിൽ വനിതാകുല സങ്കുല നവാത്മാ അനേക ദിവ്യ നാരീ പരിവൃത്തനായിട്ട് നവാത്മാ പുതിയ രൂപത്തെ പ്രാപിച്ച് ദേവഹൂതിയോട് കൂടിയിട്ട് ദേവപഥേഷു ദിവ്യഭൂമികളിൽ വിഹരിച്ചു. പിന്നീട് പത്നിയുടെ ആഗ്രഹം സാധിപ്പിക്കാനായിട്ട് കർദമൻ യോഗമായ ശക്തിയെ ധ്യാനിച്ചിട്ട് ഇഷ്ടാനുസരണം സഞ്ചരിക്കുന്ന ഒരു വിമാനത്തെ പ്രത്യക്ഷമാക്കി. അതിപ്രഭയോടുകൂടിയതും ആഗ്രഹം അറിഞ്ഞ് സഞ്ചരിക്കുന്നതുമായ ആ വിമാനത്തിലെ സമർത്ഥയും അനുപുത്രിയുമായ ദേവഹൂതിയെ സന്തോഷിപ്പിക്കാനായിട്ട് കർദമ പ്രജാപതി യോഗശക്തി കൊണ്ട് ആത്മസ്വരൂപത്തെ 9 നിർത്തിയിട്ട് നവാത്മാ 9 അനേക വർഷക്കാലം ഒരു മുഹൂർത്തം എന്ന പോലെ ആ കാലം അങ്ങനെ പെട്ടെന്ന് തന്നെ കടന്നുപോയി.
അടുത്തത് 8ാമത്തെ ശ്ലോകം. ശതവർഷമഥ വ്യതീത്യ സോയം നവകന്യാ സമവാപ്യ ധന്യരൂപ വനയാന സമുദ്യതോപി കാന്താഹിതകൃത് ത്വജ്ജനനോ സുഖോ നവാസീത്. പദം മുറിച്ച് പറയാം. ശതവർഷം അഥ വ്യതീത്യ സഹ അയം സോയം നവകന്യാഃ സമവാപ്യ ധന്യരൂപാഃ വനയാന സമുദ്യതഃ അപി വനയാന സമുദ്യതോപി കാന്താഹിതകൃത് ത്വത് ജനന ഉത്സുക ത്വജ്ജനനോത്സുകോ ന്യവാസീത്. അഥ അനന്തരം സഹ അയം ആ കർദമ പ്രജാപതി ശതവർഷം 100 വർഷം, ശതം 100 വർഷം വ്യതീത്യ കടന്നുപോയപ്പോൾ ധന്യരൂപാഹ രൂപലാവണ്യത്തോടു കൂടിയ അതിസുന്ദരികളായ നവകന്യാഹ 9 പുത്രിമാരെ സമവാപ്യ നേടിയിട്ട് വനയാന കാട്ടിലേക്ക് പോകാനായിട്ട് സമുദ്യതം തയ്യാറായിരുന്നിട്ടും കാന്താഹിതകൃത് കാന്തയുടെ ദേവഹൂതിയുടെ ഇഷ്ടം നോക്കുന്നവനായിട്ട് ത്വത് ജനന ഉത്സുക അവിടുത്തെ ജനനത്തിൽ എന്ന് പറയുമ്പോൾ കപിലാവതാരത്തിൽ താല്പര്യത്തോടു കൂടിയിട്ടും നവാസീത് ഗൃഹത്തിൽ തന്നെ താമസിച്ചു. അപ്പോൾ അങ്ങനെ 100 വർഷം കടന്നുപോയപ്പോൾ കർദമ പ്രജാപതിക്ക് അതിസുന്ദരികളായ 9 പുത്രിമാരെ ഉണ്ടായി. പിന്നീട് തപസ്സിനായിട്ട് കാട്ടിലേക്ക് പോകാൻ ആഗ്രഹിച്ചുവെങ്കിലും ദേവഹൂതിയുടെ ആഗ്രഹപ്രകാരം ഭഗവാന്റെ അവതാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് സ്വന്തം ഗൃഹത്തിൽ തന്നെ താമസിച്ചു. കർദമ പ്രജാപതി തപസ്സിന് പോകാൻ പുറപ്പെട്ടപ്പോൾ സന്താനം ജനിച്ചു കഴിഞ്ഞാൽ തന്നെ ഉപേക്ഷിച്ച് സന്യാശ്രമത്തിൽ പ്രവേശിക്കുമെന്ന് വിവാഹ സമയത്ത് പറഞ്ഞതനുസരിച്ച് ഭർത്താവ് സന്യാസാശ്രമത്തിന് ഒരുങ്ങുകയാണെന്ന് ദേവഹൂതിക്ക് മനസ്സിലായി. അപ്പോൾ വിവാഹത്തിൻ്റെ സമയത്ത് തന്നെ കർദമ പ്രജാപതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സന്താനം ജനിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ തപസ്സിന് പോകും എന്ന്. അപ്പോൾ ആ തപസ്സിന് പോകാനായിട്ട് കർദമ പ്രജാപതി ഒരുങ്ങുകയാണെന്ന് ദേവഹൂതിക്ക് മനസ്സിലായി. അപ്പോൾ 9 പുത്രിമാരെ വിവാഹം കഴിച്ച് കൊടുക്കുന്നത് വരെ, അതുപോലെ തന്നെ ഒരു പുത്രനും കൂടി ജനിക്കുന്നത് വരെയും ഇവിടെ തന്നെ ഒരുമിച്ച് താമസിക്കാനുള്ള കാരുണ്യം ഉണ്ടാകണം എന്ന ആ ദേവഹൂതിയുടെ ആ പ്രാർത്ഥന അനുസരിച്ചിട്ട് അതോടൊപ്പം തന്നെ 9 പുത്രിമാരും അതുപോലെ തന്നെ പുത്രനായിട്ട് സ്വാംശത്താൽ അവതരിക്കും എന്ന് ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 9 പുത്രിമാരും പിന്നീട് ഞാൻ തന്നെ അങ്ങയുടെ പുത്രനായിട്ട് അവതരിക്കുമെന്ന് ഭഗവാൻ തന്നെ കർദമ പ്രജാപതിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഓർത്തുകൊണ്ട് ഭഗവാൻ ആ അരുളി ചെയ്തതിനെ സ്മരിച്ചുകൊണ്ട് കർദമ പ്രജാപതി ആ ദേവഹൂതിയുടെ വാക്കിനെ കേട്ടുകൊണ്ടും അതുപോലെ തന്നെ ഭഗവാന്റെ വാക്കിനെ സ്മരിച്ചുകൊണ്ടും കർദമ പ്രജാപതി സ്വഗൃഹത്തിൽ തന്നെ താമസിച്ചു എന്ന് പറയാണ്. ഇനി 9ാമത്തെ ശ്ലോകം. നിജഭർതൃഗിരാ ഭവൻ നിഷേവാ നിരതായാമഥ ദേവഹൂത്യാം കപിലസ്ത്വമജായഥാ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മ തത്വവിദ്യാം. പദം മുറിച്ച് പറയാം. നിജ ഭർതൃഗിര ഭവത് നിഷേവ നിരതായാം അഥ ദേവഹൂത്യാം കപിലഃ ത്വം അജായഥ കപിലസ്ത്വമജായഥ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മ തത്വവിദ്യാം. ഹേ ദേവ അഥ നിജഭർതൃഗിര ഭഗവാനെ അനന്തരം ഭർത്താവിൻ്റെ ഉപദേശമനുസരിച്ച് ഭവത് നിഷേവ നിരതായാം അങ്ങയെ ഭജിക്കുന്നതിലെ മുഴുകിയിരിക്കുന്ന ദേവഹൂതിയിൽ ജനാനാം ജനങ്ങൾക്ക് ലോകത്തിന് പരമാത്മ തത്വവിദ്യ ഉത്തമമായ ആത്മവിദ്യ പ്രഥയിഷ്യൻ പ്രകാശിപ്പിക്കുന്നതിനായിട്ട് ത്വം അവിടുന്ന് കപിലമുനിയായിട്ട് അജായത അവതരിച്ചു. അങ്ങനെ അനന്തരം കർദമ പ്രജാപതിയുടെ ഉപദേശപ്രകാരം ഭഗവത് ഭജനത്തിൽ മാത്രം മുഴുകിയിരിക്കുന്ന ദേവഹൂതിയിൽ ലോകജനതയ്ക്ക് ഉത്തമമായ ആത്മജ്ഞാനം പകർന്നു കൊടുക്കുന്നതിനായിട്ട് ഭഗവാൻ
കപിലമുനിയായിട്ട് അവതരിച്ചു. ഇനി 10ാമത്തെ ശ്ലോകം. വനമേയുഷി കർദമേ പ്രസന്നേ മദസർവസ്വമുപാദിശൻ ജനന്യൈ കപിലാത്മക വായുമന്ദിരേശ ത്വരിതം ത്വാം പരിപാഹി മാം ഗതൗഘാത്. പദം മുറിച്ച് പറയാം. വനമേയുഷി കർദമേ പ്രസന്നേ മദസർവസ്വം ഉപാദിശൻ ജനന്യൈ കപിലാത്മക വായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗതൗഘാത്. ഹേ കപിലാത്മക, കപിലമൂർത്തിയായി അവതരിച്ച വായുമന്ദിരേശ ഗുരുവായൂരപ്പ. പ്രസന്നേ കർദമേ, സന്തുഷ്ടനായ കർദമൻ വനം ഏയുഷി, വനത്തിലേക്ക് പോയപ്പോൾ, തപസ് ചെയ്യാനായിട്ട് വനത്തിലേക്ക് പോയപ്പോൾ ജനന്യൈ, അമ്മയ്ക്കായിക്കൊണ്ട് മതസർവസ്വം എന്ന് പറയുമ്പോൾ കപിലമുനി ഉപദേശിച്ച സാഖ്യദർശനം എല്ലാ മതങ്ങൾക്കും ആശ്രയമാണ് എന്നാണ്. അപ്പോൾ അങ്ങനെ മതസർവസ്വം ഉപദേശിക്കുന്ന ത്വം, അവിടുന്ന്, മാം, എന്നെ, ത്വരിതം, വേഗത്തിൽ, ഗതൗഘാത്, എല്ലാ രോഗങ്ങളിൽ നിന്നും പരിപാഹി, രക്ഷിക്കണേ. അപ്പോൾ 9 പെൺകുട്ടികൾക്ക് ശേഷം ഒരു പുത്രൻ ജനിച്ചപ്പോഴും ആ പുത്രൻ ഭഗവാൻ തന്നെയാണെന്നും ആ പുത്രൻ തന്നെയാണ് പത്നിയായ ദേവഹൂതിക്ക് ആത്മോപദേശം കൊടുക്കാൻ പോകുന്നത് എന്നും ഒക്കെ അതൊക്കെ അറിഞ്ഞിട്ട് അത്യധികം സന്തോഷിച്ച കർദമ പ്രജാപതി തപസ്സിനായിട്ട് വനത്തിലേക്ക് പോയപ്പോൾ അമ്മയ്ക്ക് മതസർവസ്വം ഉപദേശിച്ചു കൊടുത്ത ഭഗവാനെ, അവിടുന്ന് എൻ്റെ എല്ലാ രോഗങ്ങളും പെട്ടെന്ന് തന്നെ മാറ്റിത്തരണേ എന്ന് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുകയാണ്. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് 14ാമത്തെ ദശകം ഉപസംഹരിക്കുകയാണ്. ഹരേ കൃഷ്ണ.